ഞാൻ എന്ത് പറയാൻ അങ്കിൾ? അതൊക്കെ അച്ഛന്റെ താല്പര്യമല്ലേ? നാണക്കേട്. കുടുംബക്കാർക്ക് ചേർന്ന ഏർപ്പാടാണോ അവളെ കാണിച്ചത്? നീ അച്ഛനെ വിലക്കിയില്ലേ? ഞാൻ സൂചിപ്പിച്ചതാ. ആ, മഹി വന്നാലുടൻ എന്നെ ഒന്ന് വിളിക്കാൻ പറ. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമോന്ന് ഒന്ന് അറിയണമല്ലോ. ആ വെക്കല്ലേ, മാലിനിക്കെന്തോ പറയാനുണ്ട്. ഹലോ, നാളെ ജയിൽ ലീവൊന്നുമില്ലല്ലോ? അല്ല, എന്താ? ഞാൻ നാളെ ബാങ്കിൽ വരുന്നുണ്ട്. എന്റെ അക്കൗണ്ടിൽ ഒരു 1 lakh കൂടി ഫിക്സഡ് ഇടാൻ. വേറെയും ചിലത് പറയാനുണ്ട്. See you tomorrow. Okay? ശരി. ആരാ മോനെ? ആ രാജശേഖരൻ തമ്പി മോളും. ആ, എന്താ പതിവില്ലാതെ നിന്റെ സംസാരത്തിലൊരു പുച്ഛം? അച്ഛനും ഫ്രണ്ട്സും കൂടി നാടക സമിതി തുടങ്ങിയത് ഒരിക്കലും ഒരു നല്ല തീരുമാനമല്ല. സംഭവിച്ചു. അതിന് രാജശേഖരൻ എങ്കിലും എന്താ എത്ര ടെൻഷൻ? ആ തന്തയ്ക്ക് മോക്കും അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ട്. ആലോചന കൊണ്ട് വന്നപ്പോഴേ ഞാൻ പറഞ്ഞ ഇത്ര വലിയതെന്നുള്ള ബന്ധം എനിക്ക് വേണ്ടെന്ന്. ആഹാ, ഇതാണോ കാര്യം? സിംഗപ്പൂരിൽ പഠിച്ചു വളർന്ന പെൺകുട്ടിയല്ലേ, ശകല എടുത്തിയാട്ടം ഉണ്ടെന്നേ ഉള്ളൂ. പാവാ. കാണാം പാവത്തം. നിശ്ചയം കൊണ്ടൊന്ന് കഴിഞ്ഞോട്ട്. അവളും തന്തയും കൂടി നമ്മളെ കൊണ്ട് മൂക്കിട്ട് ഇട്ടാ വരപ്പിക്കും. അവളുടെ ഒരു പത്രാസും പട്ടിക്കുട്ടിയും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഓരോ കുരുക്കൾ ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛന് ഇതോടെ പോയി കിടക്കുന്നു. ഇന്ന് നാടകം വായനയാ. എവിടാ? ഗുരുവായൂരോ മൂകാംബികയിലോ? അയ്യോ അല്ല, ചെറിയനങ്ങളുടെ ഒഴിഞ്ഞെടുക്കുന്ന വീടില്ലേ അവിടാ. റിഹാസിൽ കൺമുൻപിൽ തന്നെ ആവണമെന്ന് സൂസൻ എനിക്ക് ഭയങ്കര നിർബന്ധം. അതുകൊണ്ടാ. അരുവി ഒഴുകും പോലെ ശ്രുതിമധുരമായ ആ ഗാനത്തിന്റെ ഒടുവിൽ നന്ദഗോപാലനും സുഗന്ധിയും ആലിംഗനബദ്ധരായി നിന്നു. ഒരു ശക്തിക്കും തങ്ങളെ വേർപെടുത്താനാവില്ല എന്ന ഭാവത്തിൽ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂരി വെളിയിൽ നിന്ന് പൂമുഖത്തേക്ക് കടന്നു വന്നത് അവരറിഞ്ഞില്ല. കോപാക്രാന്തനായ അച്ഛൻ നമ്പൂരി തന്റെ മകൾ ആനക്കാരന്റെ മകനുമായി കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന കണ്ട് പൊട്ടിത്തെറിച്ചു. നമ്പൂതിരി, നന്ദഗോപാല! ആ അലർച്ചയിൽ അവർ ഞെട്ടി അകന്നു മാറി. അച്ഛൻ നമ്പൂതിരിയുടെ ജ്വലിക്കുന്ന നോട്ടത്തിന് മുന്നിൽ ആ കവിതാക്കൾ തരിച്ചു നിന്നു. എന്തോ ദുരന്തം സംഭവിക്കാൻ പോകുന്ന മാതിരി രംഗത്താകെ ചുവന്ന വെളിച്ചം പ്രസരിച്ചു. അടുത്ത നിമിഷം ഒരു ആഘാതം പോലെ കർട്ടൻ പൊട്ടി വീണു. ഇവിടെ അനൗൺസ്മെന്റ്. അടുത്തൊരു രംഗത്തോടുകൂടി ഊരാക്കുടുക്കുകൾ പൂർണ്ണമാവും. അതിനു മുമ്പ് ഒരു 10 നിമിഷം ഇടവേള. എങ്ങനെയുണ്ട്? നല്ല ടെൻഷനുണ്ട്. പെണ്ണുങ്ങളെ പിടിക്കും, എന്നാൽ അടിയും കൊള്ളും. ഓമനക്കുട്ടൻപിള്ള സാറിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. കുഴപ്പമില്ല. പക്ഷെ അവസാനം എഴുതിയില്ലേ ഒരാഘാതം മാതിരി കർട്ടൻ പൊട്ടി വീണെന്ന്. ആ സമയത്ത് ശരിക്കും കർട്ടൻ പൊട്ടി വീഴുവോ? അതൊരു എഫക്റ്റിന് വേണ്ടി എഴുതിയല്ലേ. കർട്ടൻ അഴിച്ചു തന്നെയാണ് ഇടുന്നത്. ഇനി വേറെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ കർട്ടൻ സമയത്ത് വീഴില്ല എന്നുണ്ടെങ്കിൽ ആ പണി കൂടി സാറ് തന്നെ ഏറ്റോ. ആ പണി എന്റെ മറ്റവനെ ഏൽപ്പിച്ചാ മതി. സാറേനെ വിളിച്ച് വായോണ്ട് സാമ്പാറിനെ വിളിപ്പിക്കരുത്. തെറ്റാ, ഞാൻ മഹാ തെറ്റാ. അതെനിക്ക് ആദ്യം കണ്ടപ്പോഴേ തോന്നി. ഓമനക്കുട്ടാ, തമ്പി എന്ന് വെറുതെ ഇരിക്കും. ക്ഷമയ്ക്കൊരു അതിലുണ്ട്. 4 അക്ഷരം ഒരു സംവിധാനം ചെയ്യുന്നത് എന്റെ അതിലേക്ക് കണ്ട. ഓമനക്കുട്ടാ, മിസ്റ്റർ അട്ടൻ തമാശ പറഞ്ഞത്. അതിനെന്താ ഇത്ര ചൂടാവാനുള്ളത്? തമാശ നാടകത്തിൽ മതി. പ്രകൃതിയുടെ ചലനങ്ങൾ പോലും മുൻകൂട്ടി അറിയാവുന്നവനാണ് ഞാൻ. ഞാനാണോ തന്റെ വാർത്തിന് കട്ടം വലിക്കണ്ടേ? അയ്യേ, ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ അധിക നേരം എനിക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല. എനിക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. എന്താ? നീ എപ്പോ വന്നു? വന്നിട്ട് കുറച്ചു നേരമായി. ഇപ്പൊ എങ്ങനെയുണ്ട്? അന്നേ ഞാൻ പറഞ്ഞതാ ഇത് നിങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്ന്. വൈകിട്ടില്ല, ഇനിയും പിന്മാറാൻ സമയമുണ്ട്. കറ്റാണൻ നടീനടന്മാരുമായിട്ട് വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും താൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അയാളോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വാ, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. ഞാൻ വരുന്നില്ലേ? ഇല്ല. നടികളൂടെ വന്ന സ്ഥിതിക്ക് ഇവരിന്ന് പിന്മാറും തോന്നില്ല. ആർട്ടിസ്റ്റുകളെല്ലാം കിട്ടിയോ? സുഗന്ധിയുടെ റോളിൽ അഭിനയിക്കേണ്ട നടി മാത്രം കിട്ടിയിട്ടില്ല. ബാക്കി ഏതാണ്ട് എല്ലാവരും ആയിട്ടുണ്ട്. നായികയെ കിട്ടിയില്ലെങ്കിൽ പിന്നെ റീഹേഴ്സൽ എങ്ങനെ തുടങ്ങും? അഭിനയ പ്രാധാന്യമുള്ള വേഷമല്ലേ, കണ്ട ആപ്പേപ്പം കിട്ടിയാ പോരല്ലോ. സാർ വിഷമിക്കണ്ട, 2 ദിവസത്തിനകം ഞാൻ പൊക്കി തരാം. അല്ല, വിളിച്ചോണ്ട് വരാന്ന്. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? താലപ്പൊലിയായിട്ട് എതിരേൽക്കാൻ ഇവിടെ ആരുമില്ല. ഒന്ന് ഇറങ്ങിക്കേ. ഇത് മിസ്റ്റർ അലക്സാണ്ടർ, നായക നടൻ. ഹലോ.
മഹാനായ അലക്സാണ്ടർ ആണോ അയാള്? ഹീറോ അല്ലേ, ശകല എഡ്വൈറ്റ് കാണും. എവന്റെ കാലാവസ്ഥ ശരിയാകും തോന്നുന്നില്ല. ഒരു സിന്ധിക് ആളെ പോലുണ്ട്. ഇതാണ് ഓടനാവട്ടം ഓമന ചേച്ചി. നമസ്കാരം. 1991 സംസ്ഥാന അവാർഡ് മേടിച്ച നടിയാണ് ഞാൻ. എനിക്ക് എവിടെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറിയിക്കാം. തൽക്കാലം ക്യാമ്പിലോട്ട് ഒന്ന് മാറിക്കേ. ഇവര് സൂസനെ കൊണ്ട് ഭക്തിഗാനം വെപ്പിക്കുന്ന തോന്നുന്നു. സാറിന്റെ രണ്ടാമത്തെ മകളായിട്ട് അഭിനയിക്കുന്ന കുട്ടിയാ. പേര് താര. ഇത് കുട്ടിയുടെ വല്യമ്മയും വാൽ നക്ഷത്രവും. എന്താ പേര്? തിരുത. അതൊരു മീനിന്റെ പേരല്ലേ? ആ, മീന്റെ പേരാ. ഞങ്ങ കടാപ്പറക്കാരാ. മകളെ പെട്ടി. തമ്പി, നമ്മൾ അവതരിപ്പിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ കഥയാണോ? സാറ് പേടിക്കണ്ട, താര പഠിച്ച കുട്ടിയാ. അവള് നല്ല മണി പോലെ സംസാരിക്കും. ഇത് ഞാൻ AKP ചെത്തിപ്പുഴ കേട്ടിട്ടുണ്ടാവും. ഇല്ല, ഞാനിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, കേട്ടില്ലേ? മുഴുവൻ പേര് AK പരിമളൻ ചെത്തിപ്പുഴ. നല്ല യാത്രാക്ഷരമുണ്ട്, കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. ഇവൻ കുഴപ്പമില്ല, നല്ല ഹാസ്യം. ബാക്കിയുള്ളവരൊന്ന് ഇറങ്ങിയട്ടെ. അച്ഛൻ ഇത് എന്ത് ഭാവിച്ചിട്ടാണെന്ന് എനിക്ക് മനസ്സിലാവത്ത്. നാടക നടികളെ ഇവിടെ താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുറച്ച് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ചേട്ടാ, അവര് താമസിച്ചേച്ച് പോട്ടെ. നീ മിണ്ടാരി സ്ഥിതി. കലാകാരന്മാരെ എന്നും ആദരിച്ചിട്ടുള്ള തറവാടായത്. പ്രതിഫലം കൊടുത്തിട്ടാ അഭിനയിക്കുന്നതെങ്കിലും അവരൊക്കെ നമ്മുടെ അതിഥികളാ എന്ന് വിചാരിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിക്കണോ? റിഹേഴ്സൽ ക്യാമ്പിൽ ആവശ്യത്തിന് സ്ഥലമുണ്ടല്ലോ. പുരുഷന്മാർ അവിടെ താമസിക്കും. സ്ത്രീകളെ അഫോർഡ് ചെയ്യാനുള്ള സൗകര്യം അവിടെ കുറവാ. ഏതായാലും ഇവിടെ താമസിപ്പിക്കണ്ട. നാടക സമിതി ആരംഭിച്ചു എന്നറിഞ്ഞപ്പോഴേ രാജശേഖരൻ നബിക്ക് കലി ഇളയിരിക്കുക. ഇനി നടികളെ കൂടി ഇവിടെ താമസിപ്പിച്ചു എന്നറിഞ്ഞാ പിന്നെ അത് മതി. ഓ, അത് ശരി. ഭാവിയിലെ അമ്മായി അച്ഛനെ പേടിച്ചിട്ടാ എന്റെ മോൻ അച്ഛനെ എതിർക്കുന്നത്. വേണ്ട, രാജനെ മോളെ വെറുപ്പിക്കണ്ട. അങ്ങനെ വരട്ടെ. അച്ഛന്റെ നാടക സമിതിയോട് പുച്ഛം തോന്നാൻ അപ്പൊ അതാണല്ലേ കാര്യം. ഒന്ന് പൊടി വിടുന്നു. എന്താ വന്ന കാലത്തിൽ നിൽക്കുന്നത്? ഇരുത്താട്ടെ. പരണ്ടിപ്പല കാണുവാ ഒന്നെടുക്കാനെ കൊണ്ട്. എന്നാത്തിനാ? ഞങ്ങൾക്ക് ഇതിലൊന്നും ഇരുന്ന് ശീലമില്ലേ. അതിനെന്താ, ഒരെണ്ണം ഇരിയാൻ പണിയിപ്പിച്ച് തരും. അതുവരെ ഇരിക്കാനെ കൊണ്ട് എന്താ ചെയ്യാ മകളെ? വല്യമ്മച്ചി കുടില് വിട്ട് എങ്ങും പോയിട്ടില്ല, അതുകൊണ്ടാ ഇങ്ങനെ. യവക്കട നിർബന്ധം കൊണ്ട് നാടകത്തിന് വിട്ടെന്നേ ഉള്ളു കേട്ടാ. 10 ക്ലാസ് പഠിച്ചാനെ കൊണ്ട് മീൻ മിക്കാൻ പെണ്ണിന് കുറച്ചില്ലാന്ന്. മീൻ മിക്കാൻ പോയിരുന്നെങ്കിൽ ദിവസവും 150 കിട്ടുമായിരുന്നു. നാടകത്തിലാകുമ്പോ 100 കിട്ടൂ. നിന്നിട്ട് കാല് കഴിക്കുന്നല്ല, എന്നാതിന്റെ പുറത്താ ഒന്നിരിക്കുന്നത്. അയ്യോ, ഈ തള്ളയിൽ എന്നെ കാണിക്കാനാ പോന്നേ? ഒന്നിരിക്കാൻ. അയ്യോ, എനിക്ക് വയ്യ. എന്റെ നടുവടിച്ച നന്നായി. അയ്യോ, സൂസന്നെ, ആരന്റെ ചക്കവി? ആരാ? എന്ത് വേണം? തുണി മാറുകയായിരുന്നു. നീ പേടിച്ചു പോയല്ലേ? നാണിക്കണ്ട, ഞാൻ ഒന്നും കണ്ടില്ല. നിങ്ങൾ ആരാന്ന് ചോദിച്ചേ? ഞാൻ ഓടരാവട്ടം ഓമന ചേച്ചി, സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള നടിയാ. എനിക്കുള്ള ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇവിടെയാണെന്ന് ഓമന കൂട്ടപ്പിള്ള സാർ പറഞ്ഞു. ഏതാണ് എന്റെ മുറി? മുറിയതാണെന്നൊക്കെ പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ നിങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി നിൽക്ക്, ഞാൻ ഈ തുണി എടുക്കട്ടെ. തുണി ഉടുത്തേ തീരുന്നുണ്ടെങ്കിൽ ഉടുത്തോ, ഞാൻ ദേ പോകും.